എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉള്ളിൽ നല്ല സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ തിക്ക മസാലയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ചിക്കൻ എടുക്കുമ്പം എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്ന് ഇത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ ഇതുപോലെ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരാണ്. നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണേ, എങ്കിൽ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ എല്ലാം ഈ ഒരു ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്, ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചിക്കനിൽ നിന്ന് നല്ല പോലെ തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഇനി ആ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഇനി ഇത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചൊന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു വെള്ളമൊക്കെ വറ്റി നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു ചെറിയൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചിരട്ട കത്തിച്ചിട്ട് ആ ഒരു ചിരട്ടയുടെ കനലാണെങ്കിലും ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചാർക്കോളാണ് എടുത്തിരിക്കുന്നത്. ചാർക്കോൾ നല്ലപോലെ തന്നെ ഒന്ന് കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഇതുപോലെ പുക വരാൻ തുടങ്ങും. ഇതുപോലെ പുക വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തേക്കാം. 5 മിനിറ്റിന് ശേഷം ഈ ഒരു പാത്രം വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചില്ലി ഗാർലിക് മയോണൈസ് ആണ്. അതിനായിട്ട് ഈ ഒരു മിക്സഡ് ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇത് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചതച്ചിട്ടെടുത്താണ് കേട്ടോ. 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-2.25 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് നോക്കുക കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 30 സെക്കൻഡോളം നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഓയിലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മളിതിലേക്ക് മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. ഒരു 3 തവണയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡോളം അടിച്ചിട്ടെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടാമത് വീണ്ടും ഒരു 30 സെക്കൻഡോളം അടിച്ചിട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുഴുവൻ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം നല്ല പോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. 3ാമത്തെ തവണ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മയോണൈസ് നമുക്ക് റെഡിയായി കിട്ടും. ഇത് കണ്ടില്ല, ഞാൻ ഒരുപാടങ്ങ് കട്ടിയാക്കിയിട്ടില്ല. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ മയോണൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5ഓളം സാൻഡ്വിച്ച് ബണ്ണാണ്.
ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബർഗർ ബൺ ഇല്ലേ അത് വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഓരോ ബണ്ണും എടുത്ത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാപ്സിക്കും ആണ്. ക്യാബേജ് ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് വേണ്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ അത്രയ്ക്കൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്യാബേജും അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ക്യാപ്സിക്കും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ചീസ് ഇല്ലാത്ത രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ചീസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ചീസ് ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി മയോണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മയോണൈസും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ തന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു മയോണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ മൊസറല്ല ചീസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മയോണൈസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്താണ് അത് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ച് കാണിക്കുന്നുണ്ട്, ഓവൻ ഇല്ലാത്ത രീതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവനിൽ വെക്കാനാണെങ്കിൽ ഓവൻ്റെ ഒരു ട്രെയിലേക്ക് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 8-9 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഓവനിലല്ലാതെ ചെയ്യാൻ ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാൻ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് മൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ആവി വരും. അപ്പോൾ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ആ ഒരു ചീസ് നല്ലപോലെ തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. ഓവനിൽ വെക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു ചീസ് മെൽറ്റായി കിട്ടും. അതിനുശേഷം ഏകദേശം ഒരു 6-7 മിനിറ്റും കൂടി ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ചീസ് നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. തീ നല്ലപോലെ തന്നെ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു അടിഭാഗം കരിഞ്ഞു പോകും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് തന്നെ ചീസ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഈ ഒരു ബണ്ണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബണ്ണിൻ്റെ 2 സൈഡിൽ നല്ലപോലെ തന്നെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഈ ഒരു ബണ്ണിൻ്റെ 2 സൈഡ് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. തീയെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് മൊരിയിച്ചിട്ടെടുക്കുക. ഇങ്ങനെ എടുത്ത ബണ്ണിലേക്ക് നമുക്ക് നല്ലപോലെ തന്നെ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മയോണൈസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ചീസ് ഇല്ലാതെ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചതാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 8-9 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇത് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ തിക്ക സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഇതിൻ്റെ ഒരു ഉള്ളിലെ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫില്ലിങ്ങിനാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.